റീസ്റ്റോറേഷൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും സാധനങ്ങളൊക്കെ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി വീണ്ടും ആക്രിക്കടയിൽ ചെന്നപ്പോൾ അവിടെ നിന്നൊരു എമർജൻസി ലൈറ്റും കിട്ടി, പിന്നെ ഒരു എക്സ്റ്റൻഷൻ ബോക്സും കിട്ടി. ഇത് രണ്ടും കൂടെ 60 രൂപയ്ക്കാണ് കിട്ടിയത്. എക്സ്റ്റൻഷൻ ബോക്സിനാണ് ഈ കേബിളൊന്നും ഇല്ലായിരുന്നു. എമർജൻസി ലൈറ്റിന്റെ ബോഡിക്കൊന്നും ഒരു പ്രശ്നമില്ലായിരുന്നു, അതാണ് വാങ്ങിയത്. ആദ്യം നമുക്ക് എമർജൻസി ലൈറ്റ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഈ ലൈറ്റ് സോളാർ പാനൽ ഉപയോഗിച്ച് ചാർജ് ചെയ്യാവുന്ന ടൈപ്പാണ്. ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റിയ കറക്റ്റ് സോളാർ പാനൽ എനിക്കൊരു 3 മാസം മുമ്പ് ആക്രിയിൽ നിന്ന് തന്നെ കിട്ടിയായിരുന്നു. അപ്പോൾ ഇത് റെഡി ആവുകയാണെങ്കിൽ അത് വെച്ച് ചാർജ് ചെയ്യാമെന്ന് ഓർത്താണ് ഇത് വാങ്ങിയത്. സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ ലൈറ്റ് വർക്ക് ചെയ്യണമായിരുന്നു. അപ്പോൾ ഇത് അഴിച്ച് റിപ്പയർ ചെയ്തേക്കാന്ന് ഓർത്ത് അഴിക്കാൻ നോക്കിയപ്പോൾ ഇതിൻ്റെ സ്ക്രൂ ആണ് ഈ ഒരു പ്രത്യേക ടൈപ്പ്. അതിൻ്റെ സ്ക്രൂ ഡ്രൈവറാണ് എൻ്റെ കയ്യിലില്ല. പിന്നെ ഒന്നും നോക്കിയില്ല, ഡ്രിൽ മെഷീൻ എടുത്ത ശേഷം ആ സ്ക്രൂവിൻ്റെ നടുക്കൊരു മുട്ട് പോലെയുണ്ട്, അതങ്ങ് മെറ്റലിൻ്റെ ഹോളിടുന്ന ബിറ്റ് ഉപയോഗിച്ച് അങ്ങ് കളഞ്ഞ ശേഷം റിവേഴ്സ് മോഡിൽ ഇട്ട് കറക്കിയപ്പോൾ സ്ക്രൂ അഴിഞ്ഞു വന്നു. ഇതുപോലെ 4 സ്ക്രൂവും ഊരിയെടുത്തു. അഴിച്ചു നോക്കിയപ്പോൾ ഉള്ളിൽ വെള്ളമൊന്നും കയറിയിട്ടില്ല, നല്ല പുത്തം പോലെ തന്നെയാണ് ഉള്ളിലത്തെ ബോർഡും ബാറ്ററിയൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ബോർഡും നമുക്ക് അഴിച്ച് പുറത്തേക്ക് എടുക്കാം, എന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ബാറ്ററിയും ലൈറ്റും ബോർഡും എല്ലാം നമുക്ക് അഴിച്ചു മാറ്റാം. ഈ ലൈറ്റിൻ്റെ 2 സൈഡിലത്തെ ബോഡിയിലും ഫ്രണ്ട് ഗ്ലാസ്സിലൊക്കെ അപ്പിടി ചെളിയും പൊടിയൊക്കെ ആയിരുന്നു. ഇതൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഞാൻ വെള്ളം ഒഴിച്ച് വാഷ് ചെയ്തുകൊണ്ട് തന്നെ നന്നായിട്ട് ഉണങ്ങിയ ശേഷമാണ് വീണ്ടും എടുത്തത്. നമുക്ക് ഇതിൻ്റെ ബാറ്ററി ബോർഡിൽ നിന്ന് അഴിച്ചെടുത്ത ശേഷം ഒന്ന് മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൽ വരുന്നത് 3.2 വോൾട്ടിൻ്റെ ടൈപ്പ് ബാറ്ററിയാണ്. അപ്പോൾ മൾട്ടിമീറ്റർ വെച്ച് നോക്കി കഴിഞ്ഞപ്പോഴും വലിയ ചാർജൊന്നും അതിലില്ലായിരുന്നു. ഇതാണ് എനിക്കൊരു 3 മാസം മുമ്പ് കിട്ടിയ സോളാർ പാനൽ. അപ്പോൾ ഇത് കണക്ട് ചെയ്തൊന്ന് ചാർജ് ചെയ്ത് നമുക്ക് നോക്കാം. ഈ ബോർഡിൽ വരുന്ന ചാർജിങ് സോക്കറ്റിൻ്റെ ടൈപ്പ് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള പിന്നൊന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ ചാർജിങ് സോക്കറ്റിൽ നിന്ന് 2 വയറുകൾ സോൾഡർ ചെയ്തെടുത്തു, എന്നിട്ട് DC ഫീമെയിൽ സോക്കറ്റ് കണക്ട് ചെയ്യാനാണ് ഓർത്തത്. ഈ DC ഫീമെയിൽ സോക്കറ്റ് വാങ്ങിയത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതപ്പോൾ ലൈറ്റിലേക്ക് പിടിപ്പിച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ഈ സോക്കറ്റ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ലൈറ്റിൻ്റെ സൈഡിലായിട്ടൊരു ഹോൾ ഇടാം. ഈ ഹോളിലേക്ക് നമ്മുടെ ചാർജിങ് സോക്കറ്റ് ഫിറ്റ് ചെയ്യാം. ഇനി നമ്മൾ പിടിപ്പിച്ച DC ഫീമെയിൽ സോക്കറ്റിലേക്ക് ബോർഡിൽ നിന്ന് വന്ന വയറുകൾ സോൾഡർ ചെയ്തെടുക്കാം. എല്ലാം കറക്റ്റായിട്ട് കൊടുത്ത ശേഷം ഇനി ബോർഡ് നമുക്ക് വീണ്ടും അതിലേക്ക് സ്ക്രൂ ചെയ്യാം. അതിനുശേഷം ബാറ്ററിയും വെച്ച് അതിൻ്റെ കണക്ഷൻ കൊടുക്കാം. നമ്മൾ ആദ്യം അഴിച്ചു കളഞ്ഞ സ്ക്രൂവിന് പകരം വേറെ സ്ക്രൂ ഇട്ടാണ് ടൈറ്റ് ചെയ്യുന്നത്. ഈ DC ഫീമെയിൽ സോക്കറ്റിലേക്ക് കറക്റ്റ് കയറുന്ന ടൈപ്പ് പിന്നി ഞാൻ സോളാർ പാനലിൻ്റെ വയറിൽ നേരത്തെ കണക്ട് ചെയ്തായിരുന്നു. സോളാർ പാനൽ നല്ല വെയിലത്ത് വെച്ച ശേഷം അത് കണക്ട് ചെയ്തപ്പോൾ തന്നെ ബാറ്ററിയിലേക്ക് ചാർജ് കയറുന്നതിൻ്റെ ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതുപോലെ ചാർജ് ചെയ്യാൻ കുറേ സമയം വെച്ച ശേഷം എടുത്തു നോക്കിയിട്ടൊന്ന് ഓൺ ചെയ്ത് നോക്കാം. സോളാർ പാനലിൽ നിന്നായതുകൊണ്ട് തന്നെ കുറച്ച് അധികം സമയം എടുക്കേണ്ടി വരും ഫുൾ ചാർജ് ആകാൻ. ഞാൻ വീഡിയോ എടുക്കാനുള്ളതുകൊണ്ട് നേരത്തെ തന്നെ എടുത്തു. അപ്പോൾ നമ്മുടെ ലൈറ്റ് ഓൺ ചെയ്തപ്പോൾ അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ലൈറ്റിൻ്റെ വെട്ടം കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റുന്ന ടൈപ്പാണ്. ഇതിൻ്റെ ബോർഡിൽ തന്നെയുള്ള ചാർജിങ് സോക്കറ്റിൻ്റെ ഉള്ളിലാണെങ്കിൽ ഫുള്ള് തുരുമ്പോ ക്ലാവ് പോലെ ഇങ്ങനെ പിടിച്ചിരിക്കുമായിരുന്നു. അതുകൊണ്ടായിരിക്കും ചാർജ് കയറാതെ വന്നപ്പോൾ എടുത്ത് കളഞ്ഞത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.